പൈനാപ്പിൾ കൃഷി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് മേഖലയിലും എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശങ്ങളിലും കൃഷി ചെയ്യുന്നത് പോലെ മറ്റൊരിടത്തും ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഈ പ്രദേശങ്ങളിൽ മാത്രമായി 5000 ഏക്കറിൽ കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പൈനാപ്പിൾ കർഷകരുടെ ശരിയായ കണക്കെടുത്താൽ ഇതിലും എത്രയോ കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാകും. സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്നവരും തരിശുഭൂമിയും മലഞ്ചെരിവുകളും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്നവരുമുണ്ട്. ഇവിടെ സ്വന്തം സ്ഥലത്ത് 2 ഏക്കറിൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനാണ് ടിജിൻ ടോം. ഇദ്ദേഹം അടുത്ത 1 ഏക്കറിൽ പുതുതായി കാനി നട്ടു തുടങ്ങുകയും ചെയ്തു. കൃഷിസ്ഥലം നല്ലതുപോലെ കിളച്ച് ഒരുക്കി വൃത്തിയാക്കിയ ശേഷം 6 ഇഞ്ച് താഴ്ചയുള്ള ചെറിയ കുഴികളെടുക്കും. കുഴികൾ തമ്മിൽ 1.5 അടി അകലം നീളത്തിലും വീതിയിലും ഉണ്ടായിരിക്കും. ഒരു കാനി 6 രൂപ വിലയ്ക്ക് വാങ്ങിയതാണ്. ഈ കുഴിയിലേക്ക് കുറച്ച് കുമ്മായം വിതറിയ ശേഷം ഓരോ കുഴിയിലും ഓരോ കാനി വീതം നടുന്നു. നടുന്ന സമയത്ത് മറ്റ് വളപ്രയോഗമൊന്നും നടത്താറില്ല. 10 മുതൽ 15 ദിവസത്തിനിടയിൽ ആദ്യത്തെ വളപ്രയോഗം നടത്തും. ഇവിടെ കോഴിവളമാണ് ഇട്ടുകൊടുത്തത്. വളം ഇട്ട ശേഷം 2 വശവും തെരഞ്ഞുകൂട്ടും. വളം മണ്ണിനടിയിലാകാനും കാനി മറിഞ്ഞു പോകാതിരിക്കാനും ഇത് സഹായിക്കും. അടുത്ത 7 മാസത്തിനിടയിൽ 3 വളപ്രയോഗം കൂടി ആവശ്യമാണ്. ജൈവവളവും അതോടൊപ്പം കുറച്ച് രാസവളവും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1000 കാനിക്ക് 50 കിലോ എന്ന തോതിലാണ് വളപ്രയോഗം നടത്തുന്നത്. രാസവളത്തിൽ പൊട്ടാഷ്, യൂറിയ ഇവ ഉൾപ്പെടുത്തുന്നു. പരമ്പരാഗതമായി ഞങ്ങളുടെ ഈ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു. മെയിനായിട്ട് റബ്ബർ, ജാതി, കപ്പ ഇവയായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്കുള്ള കണ്ടമാനം വില കുറഞ്ഞു പോയതുകൊണ്ട് വേറൊരു കൃഷിയിലേക്ക് ഞങ്ങൾ മാറാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ പൈനാപ്പിൾ കൃഷിയിലേക്ക് വന്നത്. ഇപ്പോൾ കൃഷി വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ നമുക്ക് വില ഒരു സ്റ്റേബിളായിട്ട് കിട്ടുന്നില്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഈ ഒരു 3 വർഷം കൊണ്ടുള്ള പ്ലാന്റിങ് കൊണ്ട് ഇതെല്ലാം മേക്കപ്പ് ചെയ്ത് പോകാമെന്നുള്ളൊരു വിശ്വാസത്തിൽ കൃഷി തുടർന്നു കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 10,000 കാനിയോളം നട്ടു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നല്ല വിലയ്ക്ക്, അത്യാവശ്യം നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റി. അതുകൊണ്ട് ഈ കൃഷിയെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷയിലിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 10,000 കാനികളാണ് നട്ടിരിക്കുന്നത്. 11 മാസമായി. ആദ്യ വിളവെടുപ്പ് നടക്കുന്നു. ആദ്യം നട്ട 10,000-ൽ 6,000 കാനിക്ക് 4 മാസം മുമ്പ് എത്തിഫോൺ ലായനി ഒഴിച്ചു കൊടുത്തു. അടുത്ത 4,000 കാനിക്ക് 1 മാസം കൂടി കഴിഞ്ഞാണ് ലായനി ഒഴിച്ചു കൊടുത്തത്. ഇങ്ങനെ 2ആയി ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നിച്ച് കായ്ക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആദ്യത്തെ 6,000 വിളവെടുക്കുന്നു. 1 മാസം കഴിഞ്ഞ്
അടുത്തത് വിളവെടുക്കാൻ പാകമാകും. ഇത്തവണ നല്ല വിളവാണ് ലഭിച്ചത്. ചക്കകൾ 1.5 കിലോയിൽ കുറഞ്ഞത് ഒന്നുമില്ല. 6000 ചക്കകൾ ഇന്ന് വെട്ടിയെടുക്കാൻ സാധിക്കും. ഇന്ന് കിലോയ്ക്ക് 23 രൂപ വിലയുമുണ്ട്. വിളഞ്ഞ പച്ച നിറമുള്ള പഴുക്കാത്ത ചക്കയ്ക്കാണ് ഡിമാൻഡ്. ഇത്തരം ചക്കകൾ 3 മിനി ലോറികളിലായി 7 ടണ്ണിലധികം ഇന്ന് ഇവിടെ നിന്ന് കയറിപ്പോകും. ശരാശരി 1 കിലോയ്ക്ക് 20 രൂപയോ അതിനു മുകളിലോ കിട്ടിയാൽ കർഷകർക്ക് ലാഭമാകും. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ ഒരു യുവ കർഷകനാണ് ടിജിൻ. ഇദ്ദേഹം ഒരു സമ്മിശ്ര കർഷകനാണ്. എന്നാലും 2 ഏക്കറിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നു. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇദ്ദേഹത്തിന് നൽകും. ഇത് വാഴക്കുളം മാർക്കറ്റിലെ കച്ചവടക്കാരാണ് വാങ്ങിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഓർഡർ അനുസരിച്ച് വിതരണം ചെയ്യുകയാണ് പതിവ്. കച്ചവടക്കാർ ശേഖരിക്കുന്ന പൈനാപ്പിൾ 3ആയി തരംതിരിച്ചാണ് കച്ചവടം നടത്തുന്നത്. എ, ബി, സി ഗ്രേഡുകളായി തിരിക്കും. എ ഗ്രേഡ് പൈനാപ്പിളാണ് കേരളത്തിന് പുറത്തേക്കും എക്സ്പോർട്ടിനും എടുക്കുന്നത്. എന്നാൽ ഈ കർഷകന്റെ പൈനാപ്പിൾ എല്ലാം എ ഗ്രേഡിൽപ്പെട്ടതും ഒരുപോലെ വലിപ്പമുള്ളതുമാണ്. പഴുത്തു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വെട്ടിയെടുക്കുന്നതുകൊണ്ട് നല്ല വിലയും ലഭിക്കും. ഇടവെട്ടി പഞ്ചായത്തിലും പരിസര പഞ്ചായത്തുകളിലും പൈനാപ്പിൾ കൃഷി വളരെ വ്യാപകമായ രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. കൃഷി വകുപ്പിന് കീഴിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്ക് ആവശ്യമായുള്ള സാമ്പത്തിക സഹായങ്ങൾ, സാങ്കേതിക സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. പൈനാപ്പിൾ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് വിലയുടെ അസ്ഥിരതയാണ്. ഈ സമീപത്ത് പൈനാപ്പിളിന് വില വളരെയധികം കുറഞ്ഞ് 8 രൂപ വില വരെ താഴ്ന്ന രീതിയിൽ വന്നു. ഇപ്പോൾ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. 15 രൂപയിലേക്ക് വന്നു. ഇപ്പോൾ അതിനുശേഷം കുറച്ചുകൂടെ വില മെച്ചപ്പെട്ടു വരുന്നുണ്ട്. പൈനാപ്പിൾ കർഷകർക്ക് ന്യായമായ ഒരു വില കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കൂടുതൽ സാധ്യത നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. സാധാരണ റബ്ബർ റീപ്ലാന്റ് ചെയ്യുന്ന തോട്ടങ്ങളിലാണ് പൈനാപ്പിൾ കൃഷി നമ്മുടെ കർഷകർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ആദ്യത്തെ 3 വർഷങ്ങളിൽ ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ മിക്കവാറും അവർക്കതിൻ്റെ നടീൽ കാര്യങ്ങളെല്ലാം അതിൻ്റെ ചിലവുകളെല്ലാം മീറ്റ് ചെയ്യാൻ സാധിച്ച ശേഷം 2-ാമത്തെയും 3-ാമത്തെയും വർഷം ന്യായമായ രീതിയിലുള്ള ലാഭം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം സ്ഥിരമായ ഒരു വില ഇപ്പോൾ 23 രൂപ വരെ ഇന്ന് വില വന്നിട്ടുണ്ട്. ഇപ്പോൾ 8 രൂപ എന്നുള്ള നിലയിൽ നിന്നും വളരെ അന്തരം വരുന്ന മുറയ്ക്കാണ് കർഷകർക്കത് നഷ്ടമാണെന്നുള്ള രീതിയിൽ അവർ പറയുന്നത്. ഒരു ന്യായമായൊരു വില 20 രൂപയ്ക്കെങ്കിലും മുകളിൽ വില വരുന്ന രീതിയിലുള്ളൊരു സംവിധാനമുണ്ടെങ്കിൽ പൈനാപ്പിൾ കർഷകർക്ക് അത് വളരെ ആശ്വാസമാണ്. തൊട്ടടുത്ത് തന്നെ കൃഷി ചെയ്യുന്ന മറ്റൊരു പൈനാപ്പിൾ കർഷകനാണ് ടോമി എബ്രഹാം. ഇദ്ദേഹം പരമ്പരാഗതമായി കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. ടോമി വീടിനോട് ചേർന്ന് തന്നെ 5 ഏക്കറിൽ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നു. ഇവിടെ ആദ്യ വിളവെടുപ്പ് കഴിഞ്ഞു. ഇനി 2 തവണ കൂടി ഇവിടെ നിന്ന് വിളവെടുപ്പ് നടത്താൻ സാധിക്കും.
പൈനാപ്പിളിന് ഇടയിലായി റബ്ബർ തൈകൾ ഇവിടെ നട്ടിരിക്കുന്നു. റബ്ബറിന് പ്രത്യേക പരിചരണമൊന്നുമില്ലാതെ പൈനാപ്പിളിന് കൊടുക്കുന്ന വളവും വെള്ളവും കൊണ്ട് 3 വർഷത്തെ വളർച്ച ലഭിക്കും. ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് അതേ ചുവട്ടിൽ നിന്ന് മുളച്ചുവരുന്ന കരുത്തുള്ള കാനി നിലനിർത്തി അതിന് വീണ്ടും വളപ്രയോഗം നടത്തും. ഞങ്ങൾ കർഷക കുടുംബമാണ്. ഇപ്പോൾ 4-5 ഏക്കർ സ്ഥലത്ത് റബ്ബർ വെട്ടി മാറിയതുകൊണ്ട് റബ്ബർ വെച്ചിട്ട് അതിന് ഇടവിളയായിട്ടാണ് കന്നാര കൃഷി ചെയ്തിരിക്കുന്നത്. കന്നാര കൃഷി കുഴപ്പമില്ല, അത്ര രീതിയിലും പോകുന്നു. ആദ്യത്തെ വർഷം വിളവെടുത്തു, കുഴപ്പമില്ലായിരുന്നു. രണ്ടാമതിപ്പം മരുന്നൊഴിക്കാറായി വരുന്നു. അതൊരു 4-5 മാസം കൊണ്ട് നമുക്ക് അതിൻ്റെയും വിളവെടുക്കാൻ പറ്റും. പിന്നെ ഈ വേനലായതുകൊണ്ട് ഈ വളം ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഇലവളമാണ് അടിച്ചു കൊടുക്കുന്നത്. അതൊരു 15 ദിവസം കൂടുമ്പോൾ ഇലവളം അടിച്ചു കൊടുക്കണം. പിന്നെ നനയ്ക്കാമെങ്കിൽ നല്ലതാണ്, കുഴപ്പമില്ല. പറ്റുന്നത് നനയ്ക്കുന്നതുണ്ട്. പിന്നെ മാർക്കറ്റിംഗ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വാഴക്കുളത്ത് നിന്ന് കച്ചവടക്കാരെ വിളിച്ചുകൊണ്ട് വന്ന് കച്ചവടം ചെയ്യുന്നു. പിന്നെ അവർ വണ്ടി വിട്ട് തരും, നമ്മളത് വെട്ടി ലോറി കൊടുക്കണം. നമ്മൾ വെട്ടി അത്രയും ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൻ്റെ കാര്യം കുഴപ്പമില്ലാതെ അതും കുഴപ്പമില്ലാത്ത കൃഷിയായിട്ട് പോകുന്നു. കാനി വളർന്നു വരുമ്പോൾ 6-ാം മാസത്തിൽ എത്തിഫോൺ ലായനി കൂമ്പിൽ ഒഴിച്ചു കൊടുക്കും. 180 മില്ലി എത്തിഫോൺ, 1 കിലോ യൂറിയ, 80 ഗ്രാം കാൽസ്യം ഇവ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കുന്നതാണ് ലായനി. ഇത് 30 മില്ലി ഒരു ചെടിയുടെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കും. ഈ ലായനി ഒഴിച്ച് 35-ാം ദിവസം മുതൽ കൂമ്പ് ചുവന്നു തുടങ്ങും. പിന്നെ 3 മാസം കൂടി കഴിയുമ്പോൾ വിളവെടുപ്പിന് പാകമാകും. ഈ ലായനി ഒഴിക്കുന്നത് ഒരുപോലെ കായ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇതേ പ്രക്രിയ ഒരു പ്രാവശ്യം കൂടി തുടരും. അങ്ങനെ 3 വിളവെടുപ്പ് ഒരു കൃഷിയിൽ നിന്ന് 3 വർഷം കൊണ്ട് ലഭിക്കും. അതിനുശേഷം മുളച്ചു വരുന്ന കാനി പറിച്ചെടുത്ത് വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുകയും കൂടുതലുള്ള കാനി 4 രൂപ വച്ച് വിൽക്കാനും സാധിക്കും. വേനൽക്കാലത്ത് വളമിടേണ്ടി വന്നാൽ സാധാരണയായി NPK വളം 2 കിലോ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി മോട്ടോർ ഉപയോഗിച്ച് സ്പ്രേ ചെയ്തു കൊടുക്കും. 2-ാം പ്രാവശ്യം വളമിടുമ്പോൾ ചുവട് തിരഞ്ഞു കൂട്ടാറില്ല. ചുവട്ടിൽ തൂകിക്കൊടുക്കുകയാണ് പതിവ്. പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലായി ധാരാളം ആളുകൾ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻനിരയിലേക്ക് വരുന്നുണ്ട്. പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കൃഷിക്കാർക്ക് വളരെയധികം സബ്സിഡികൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ മേഖലകളിലെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കൃഷിക്കാർക്ക് ലഭിക്കുന്നത്. അവർക്ക് ആവശ്യത്തിനുള്ള സബ്സിഡികൾ, മറ്റു കാര്യങ്ങൾ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസർ വളരെ ആത്മാർത്ഥതയോടുകൂടി ഉള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പം ചുരുങ്ങിയത് ഒരു 250 ഏക്കറോളം സ്ഥലങ്ങളിൽ പൈനാപ്പിൾ കൃഷി ചെയ്തു വരികയാണ്. ആദ്യത്തെ വിളവെടുപ്പിന് കിട്ടുന്നതിൻ്റെ 3/4 ഭാഗം രണ്ടാമതും പകുതി 3-ാമത്തെ വിളവെടുപ്പിനും ലഭിക്കും. അതുകൊണ്ട് ആദ്യത്തെ വിളവെടുപ്പിന് തന്നെ മുടക്കുമുതൽ ലഭിക്കാൻ വേണ്ട പ്രയത്നമാണ് കർഷകർ ചെയ്യുന്നത്. മിക്കവാറും കർഷകർക്ക് അത് ലഭിക്കാറുമുണ്ട്. കേരളത്തിൽ വാഴക്കുളത്തുള്ളതുപോലെ പൈനാപ്പിളിന് മാത്രമായി ഒരു മാർക്കറ്റ്
വേറൊരിടത്തും ഉള്ളതായി തോന്നുന്നില്ല. മറ്റ് സംസ്ഥാനങ്ങളിലെ കച്ചവടക്കാർ ആശ്രയിക്കുന്നതും ഈ മാർക്കറ്റിനെയാണ്. എക്സ്പോർട്ടിങ്ങും ഇവിടെ നിന്ന് തന്നെയാണ് നടക്കുന്നത്. ചെറുകിട സംരംഭകർ പൈനാപ്പിൾ വാങ്ങുന്നതും ഇവിടെ നിന്നാണ്. തരംതിരിച്ച സി ഗ്രേഡ് പൈനാപ്പിളാണ് ജ്യൂസ്, ജാം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇത് 3 രൂപ മുതൽ 5 രൂപ വരെ വിലയ്ക്ക് ലഭിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ ഒരു കണക്കനുസരിച്ച് 35,000 ഹെക്ടർ സ്ഥലത്തോളം പൈനാപ്പിൾ കൃഷി ഉണ്ട്. ഈ പൈനാപ്പിളിൻ്റെ ഒരു 90% ഇതിൻ്റെ വില നിയന്ത്രിക്കുന്നതും ഇത് കയറ്റിവിടുന്നതും എല്ലാം വാഴക്കുളത്തുള്ള പൈനാപ്പിൾ വ്യാപാരികളും ആണ്. വാഴക്കുളത്ത് കേരളത്തിന് വെളിയിലും പൈനാപ്പിൾ കൃഷിയുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ വില നിയന്ത്രിക്കുന്നതും ഇത് കൺട്രോൾ ചെയ്യുന്നതും കയറിപ്പോകുന്നതും എല്ലാം വാഴക്കുളത്തുള്ള വ്യാപാരികളുടെയും ബേസ് ചെയ്താണ്. ഇപ്രാവശ്യം അധിക ഉൽപ്പാദനം കൂടിയതുകൊണ്ട് പൈനാപ്പിൾ നല്ലൊരു ശതമാനം പൂന തുടങ്ങിയ കമ്പനികൾക്ക് കയറിപ്പോയി. അങ്ങനെ കുറച്ച് വില പിടിച്ചു നിർത്താൻ സാധിച്ചു. പിന്നീട് ഈ ബോംബെ, അതുപോലെ തന്നെ ജയ്പൂർ, ഡൽഹി മാർക്കറ്റുകളൊക്കെ തണുപ്പായതുകൊണ്ടാണ് കുറച്ചൊക്കെ വിലയിടിക്കാനുള്ള ഒരു കാരണം ഉണ്ടായത്. അപ്പോൾ തണുപ്പ് മാറുന്നതനുസരിച്ചും അവിടുത്തെ ഡിമാൻഡ് അനുസരിച്ചും ഇതിന് വില വർദ്ധിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് ഈ സാധനത്തിൻ്റെ വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ 40 വർഷമായി പൈനാപ്പിൾ സ്ക്വാഷും ജാമും നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന സംരംഭകനാണ് ടോമി സക്കറിയാസ്. ഇത്രയും പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങിയാൽ നന്നായിരിക്കും എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ഗാന്ധി ഗ്രാമഭവന്റെ സഹായമുണ്ടായിരുന്നു. തുടക്കത്തിൽ സ്വന്തം കൃഷിയിടത്തിലെ പൈനാപ്പിൾ എടുത്ത് പൾപ്പാക്കി ഉപയോഗിച്ചു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പാകമാക്കിയ ജ്യൂസ് 1 കിലോയ്ക്ക് 15 രൂപ നിരക്കിൽ വാഴക്കുളത്തുള്ള ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കുകയാണ്. സിട്രിക് ആസിഡ്, പൊട്ടാസ്യം ബൈസൾഫേറ്റ് എന്നീ പ്രിസർവേറ്റീവ് ചേർത്ത ജ്യൂസാണ് ലഭിക്കുന്നത്. അത് ഇവിടെ കൊണ്ടുവന്ന് തിളപ്പിച്ച് ആറ്റി അരിച്ചെടുക്കും. ഇങ്ങനെ അരിച്ചെടുത്ത ജ്യൂസിലേക്ക് സമം വെള്ളവും ചേർത്ത് വീണ്ടും തിളപ്പിക്കും. 25 കിലോ ജ്യൂസ്, 25 കിലോ വെള്ളം, ഇതാണ് ഒരു ബാച്ചായി തിളപ്പിക്കുന്നത്. അതിലേക്ക് 70 കിലോ പഞ്ചസാര കൂടിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും തുണിയിലരിച്ച് ആറാൻ വയ്ക്കും. ഞങ്ങളുടെ ഈ കമ്പനി ഡാർലിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയിട്ട് 40 വർഷമായി. 40 വർഷം ആദ്യകാലങ്ങളിൽ ഇവിടെ നമുക്ക് തന്നെ പൈനാപ്പിൾ തോട്ടമുണ്ടായിരുന്നു. തോട്ടത്തിൻ്റെ പൈനാപ്പിളും വെട്ടി ഇവിടെ തന്നെ പിഴിഞ്ഞ് ജ്യൂസും പൈനാപ്പിൾ സ്ക്വാഷ് ഉണ്ടാക്കുന്നു, ജാമ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കി ബോട്ടിൽ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം പൈനാപ്പിൾ ജ്യൂസ് വാഴക്കുളത്ത് കമ്പനികളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് ജ്യൂസ് മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രോസസ്സ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് ലേബൽ ചെയ്ത് ഡാർലിംഗ് കോർപ്പറേഷൻ എന്ന പേരിൽ ഞങ്ങളിപ്പം കൊടുക്കുകയാണ്. ഇതിൽ അനുവദനീയമായ ലെമൺ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് എന്ന കളറും പൈനാപ്പിൾ എസൻസും കൂടി ചേർക്കും. അപ്പോഴാണ് ആകർഷണീയമായ നിറവും മണവും ലഭിക്കുന്നത്. പിന്നീട് വൃത്തിയുള്ള കുപ്പിയിലേക്ക് ഒഴിച്ച് ലേബൽ ഒട്ടിച്ച് സീൽ ചെയ്ത് അടുത്തുള്ള കടകളിൽ എത്തിക്കും. കന്നാര ചെടി വിളവെടുപ്പിന് ശേഷം നശിപ്പിച്ച് കളഞ്ഞിരുന്നത് ഇപ്പോൾ പശുക്കൾക്ക് അരിഞ്ഞു കൊടുക്കുന്നത് നല്ലതാണെന്ന് മനസ്സിലാക്കി തീറ്റയായി നൽകുന്നു. പൈനാപ്പിൾ ചെടിയുടെ ഇലയിൽ നിന്നെടുക്കുന്ന നൂൽ കൊണ്ട് തുണിത്തരങ്ങൾ നിർമ്മിക്കാനുള്ള പ്രവർത്തനവും നടന്നുവരുന്നു. പൈനാപ്പിൾ കൃഷിയോട് കർഷകർക്കുള്ള ഒരടുപ്പം ഇതൊരിക്കലും നഷ്ടം വരുത്താറില്ല എന്നത് തന്നെയാണ്.
यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റംബുട്ടാൻ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ്. കെപ്കോ സ്നാക്സ് കോർണർ ഇന്നു മുതൽ. ആത്മ ടെക്നോളജി മീറ്റ് 29-ന്. ബാംഗ്ലൂരു ICAR അഗ്രികൾച്ചറൽ ടെക്നോളജി ആപ്ലിക്കേഷൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രത്യേക പരിശീലന പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ റംബൂട്ടാൻ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് നടത്തുന്നു. ഈ മാസം 22 മുതൽ 26 തീയതി വരെ നടക്കുന്ന പരിശീലനത്തിന് താമസം, ഭക്ഷണം, പഠനയാത്ര എന്നിവ ഉൾപ്പെടെ 2500 രൂപയാണ് ഫീസ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 20 പേർക്ക് ഫീസിന്റെ 50% സ്കോളർഷിപ്പ് ലഭിക്കും. അപേക്ഷാ ഫോറവും വിശദ വിവരങ്ങളും കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.kvkcar.org. ഫോൺ നമ്പർ 046926620094. മറ്റൊരു നമ്പർ 9447561397. ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയിലെ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർഷകർക്കായി നാളെ മുതൽ 18-ാം തീയതി വരെ ആട് വളർത്തലിലും 22-ാം തീയതി കാട വളർത്തലിലും 23 മുതൽ 25 വരെ ഇറച്ചിക്കോഴി വളർത്തലിലും സൗജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി പേരുകൾ രജിസ്റ്റർ ചെയ്യണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 047924577778. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ നടത്തിവരുന്ന റെസ്റ്റോറന്റിന്റെ വിജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആദ്യമായി ഒരു സ്നാക്സ് കോർണർ ആരംഭിക്കുന്നു. പുത്തൻ തലമുറയുടെ രുചിക്കും ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ക്രിസ്പി ചിക്കൻ മുതൽ നഗറ്റ്സ് വരെ ഇവിടെ നിന്നും ലഭ്യമാക്കും. പ്രധാനമന്ത്രിയുടെ പരമ്പരാഗത കൃഷി വികാസ് യോജന പദ്ധതി ഓമല്ലൂർ, ചെന്നീർക്കര പഞ്ചായത്തുകളിൽ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്നു. കുറഞ്ഞത് 1 ഏക്കറിൽ ജൈവകൃഷി ചെയ്യുന്നവർക്ക് പദ്ധതി ആനുകൂല്യം ലഭിക്കും. 1 ഏക്കർ സ്ഥലമുള്ള റബ്ബർ ഒഴികെ ജൈവകൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കരമടച്ച രസീതുമായി ഈ മാസം 18-ന് മുൻപ് ഓമല്ലൂർ, ചെന്നീർക്കര കൃഷിഭവനുകളിൽ ബന്ധപ്പെടണമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. കാർഷിക രംഗത്തെ സാങ്കേതിക അറിവുകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുക, ജൈവകൃഷി വ്യാപകമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പത്തനംതിട്ട ആത്മ ഗവേണിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 29-ന് ടെക്നോളജി മീറ്റ് സംഘടിപ്പിക്കുന്നു. ഈ മീറ്റിൽ കർഷകരുടെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കാൻ അവസരം നൽകും. ഇതിനായി കർഷകർ തങ്ങളുടെ കണ്ടുപിടുത്തങ്ങൾ അതത് കൃഷിഭവനുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ആനേറ കൃഷി വകുപ്പ് വിൽപ്പന കേന്ദ്രത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത മാവ്, വരിക്കപ്ലാവ്, വാളൻപുളി, കുടംപുളി, ജാതി, സപ്പോട്ട, ചാവക്കാട് കുറിയയിനം തെങ്ങിൻ തൈ, കുറ്റി കുരുമുളക്, ടിഷ്യൂ കൾച്ചർ നേന്ത്രവാഴ, റെഡ് ലേഡി പപ്പായ, കോവൽവള്ളി, മംഗള കുരുമുളക്, കറിവേപ്പ്, നാരകം തുടങ്ങിയവയുടെ തൈകളും വിവിധ പച്ചക്കറികളുടെ വിത്ത് പാക്കറ്റുകളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ വാഴപ്പിണ്ടി സിറപ്പും ജൈവ കുരുമുളകും ലഭ്യമാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 8500 രൂപ, കോഴിക്കോട് 8800 രൂപ, തൃശൂരിൽ 8400 രൂപ. കോപ്ര കൊച്ചിയിൽ 5820 രൂപ, കോഴിക്കോട് 5800 രൂപ, തൃശൂരിൽ 5850 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61700 രൂപ, ഗാർബിൾഡ് 64700 രൂപ. ചുക്ക് മീഡിയം 16750 രൂപ, ബെസ്റ്റ് 18250 രൂപ. മഞ്ഞൾ സേലത്ത് 11100 രൂപ, ഈറോഡിൽ 11300 രൂപ. കൊച്ചിയിൽ റബ്ബർ 5-ാം ഗ്രേഡ് 8900 രൂപ, 4-ാം ഗ്രേഡ് 9100 രൂപ. കോട്ടയത്ത് റബ്ബർ 5-ാം ഗ്രേഡ് 9000 രൂപ, 4-ാം ഗ്രേഡ് 9200 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 8500 രൂപ, കൊപ്ര
5820 രൂപ. പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ. റോട്ടറി 2400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 61700 രൂപ. ഗാർബിൾഡ് 64700 രൂപ. ചുക്ക് മീഡിയം 16750 രൂപ. ബെസ്റ്റ് 18250 രൂപ. അടയ്ക്ക പുതിയത് 20000-നും 22500-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ 180-നും 220-നും മധ്യേ. തൊണ്ടില്ലാത്തത് 380-നും 400-നും മധ്യേ. ജാതിപത്രി 650-നും 925-നും മധ്യേ. ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 8900 രൂപ. 4-ാം ഗ്രേഡ് 9200 രൂപ. ഒട്ടുപാൽ 6050 രൂപ. ലാറ്റക്സ് 7500 രൂപ. കമ്പോള അവലോകനം. വിദേശ ഓർഡറുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് കുരുമുളക് ശേഖരിക്കാൻ ഇടപാടുകാർ ഉത്സാഹിച്ചു. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ കർണാടകത്തിൽ നിന്നുള്ള ചരക്കും മുഖ്യ വിപണികളിലെത്തി. കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് 64700 രൂപയിലാണ്. ചുക്ക്, മഞ്ഞൾ വിലകളിൽ ഇന്ന് മാറ്റമില്ല. വിദേശത്ത് റബ്ബർ വില ഉയർന്ന വിവരം പുറത്തു വന്നതോടെ ടയർ കമ്പനികൾ കൊച്ചി, കോട്ടയം വിപണികളിൽ കൂടുതൽ താൽപര്യം കാണിച്ചു. എന്നാൽ വിപണികളിൽ നിലനിൽക്കുന്ന മാന്ദ്യം കണക്കിലെടുത്ത് കർഷകരും സ്റ്റോക്കിസ്റ്റുകളും കാര്യമായ ഷീറ്റ് വിൽപ്പനയ്ക്കിറക്കിയില്ല. നാളികേര വിളവെടുപ്പ് മുന്നേറുകയാണെങ്കിലും കൊപ്രയുടെ ലഭ്യത ഉയരാഞ്ഞതിനാൽ മലബാർ മേഖലയിൽ എണ്ണവില സ്റ്റഡിയാണ്. പാമോയിൽ, സൂര്യകാന്തി എണ്ണവിലകൾ ഉയർന്നു തുടങ്ങിയത് വെളിച്ചെണ്ണയ്ക്ക് കരുത്ത് പകരുമെന്ന പ്രതീക്ഷയിലാണ് കാർഷിക മേഖല. ശാന്തൻപാറയിൽ ഇന്ന് നടന്ന ഏലക്ക ലേലത്തിൽ 50 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. മികച്ച ഇനങ്ങൾ 772 രൂപയിലും ശരാശരി ഇനങ്ങൾ 534 രൂപയിലും ലേലം കൊണ്ടു. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 35.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 24.7. കൊച്ചി 32.8, 25. ആലപ്പുഴ 32.8, 26. പുനലൂർ 35, 20.5. തിരുവനന്തപുരം കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.